ഹലോ ഫ്രണ്ട്സ്, എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് എല്ലാവരോടും. ടോം ആൻഡ് ജെറി കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? യെസ്, ഉണ്ടല്ലേ, ടോം ആൻഡ് ജെറി. അപ്പോൾ ടോം ആൻഡ് ജെറി ഒരു കാർട്ടൂൺ അനിമേഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന ടോപ്പിക്കും അനിമേഷൻ ബേസ്ഡ് ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ടോം ആൻഡ് ജെറി പറഞ്ഞത്. ടോം ആൻഡ് ജെറി പറയാനുള്ള കാരണം എല്ലാവർക്കും ടോം ആൻഡ് ജെറി അറിയാം. ഇനി അതൊരു ടൈപ്പ് ഓഫ് അനിമേഷൻ ആണ്. ഇനി വേറൊരു ടൈപ്പ് ഓഫ് അനിമേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ടാങ്കിൾഡ് എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട്. ടാങ്കിൾഡ് കണ്ടിട്ടുണ്ടോ? പിന്നെ വേറൊരു മൂവിയുണ്ട്, പുസ് ഇൻ ബൂട്ട്സ്. കണ്ടിട്ടുണ്ടോ? പുസ് ഇൻ ബൂട്ട്സ്. പിന്നെ അങ്ങനെ കുറെ ടൈപ്പ് അങ്ങനെ കുറെ ടൈപ്സ് മൂവീസ് ഉണ്ട് അനിമേഷൻ്റെത്. അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി അബൌട്ട് അനിമേഷൻ. എന്താണ് അനിമേഷൻ, എങ്ങനെയാണ് അതിന്റെ ജോലി സാധ്യതകൾ, ഏതൊക്കെ ഫീൽഡിൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, അതിനുള്ള സ്കിൽസ് എന്തൊക്കെ വേണം, എന്തൊക്കെ ടൈപ്പ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം ഫുൾ ഒരു ഐഡിയ കിട്ടുമ്പോൾ നമുക്ക് ഇപ്പോൾ പ്ലസ് 2 കഴിഞ്ഞിരിക്കുന്ന അനിയന്മാരൊക്കെ ഉണ്ടാവും, അനിയത്തിമാരുണ്ടാവും. ഇവർക്കൊക്കെ ചിലപ്പം ആർട്ടിനോട് താല്പര്യമുള്ളവരുണ്ടാവും. അപ്പോൾ ഈ ഫീൽഡിലോട്ട്, അനിമേഷൻ ഫീൽഡിലോട്ട് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കെല്ലാം ഒരു ചെറിയ രീതിയിൽ ഇനി എന്നാലാവുന്ന ഒരു വെളിച്ചം വീശാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി അല്ലേ കേൾക്കാൻ? ദെൻ കം ഓൺ ഗൈസ്, ഫോളോ മീ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ടോപ്പിക്ക് അനിമേഷൻ, റൈറ്റ്? ഓക്കെ, അനിമേഷനിലെ കരിയർ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്ക് നോക്കാമെന്ന്. ഓക്കെ, സോ ആസ് ദ സ്ലൈഡ് സേസ്, സ്റ്റേ ട്യൂൺഡ് വിത്ത് മീ. അപ്പം എൻ്റെ കൂടെ പോരെ, ശ്രദ്ധയെല്ലാം ഇങ്ങോട്ട് തന്നെ ആയിക്കോട്ടെ. നമുക്ക് തുടങ്ങാം. സോ ആനിമേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇവിടെ നമുക്ക് കുറേ ക്യാരക്ടേഴ്സിനെ കാണാം. കുറച്ചെണ്ണത്തിനെങ്കിലും നിങ്ങൾക്ക് പരിചയം കാണും. ലൈക്ക് മിക്കി മൗസ് ഉണ്ട്, പിന്നെ നമുക്ക് ടോയ് സ്റ്റോറിയിലെ ക്യാരക്ടറുണ്ട്. ഓക്കെ, അങ്ങനെ ഫ്രോസൺ എന്ന് പറഞ്ഞൊരു മൂവിയിലെ 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ കുറച്ച് പേരുണ്ട്. ഓക്കെ, നമ്മളിന്നിവിടെ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ അനിമേഷനിൽ 3D അനിമേഷനെ കുറിച്ചാണ്. 2D അനിമേഷനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇതിന് പുറകെ ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ 3D അനിമേഷനെ കുറിച്ച് അറിയുക. സോ ഇവിടെ നമ്മൾ കുറച്ചുകൂടെ എലാബറേറ്റ് ആയിട്ട് കുറച്ചൊരു ഡെപ്തിലോട്ട് പോകുമ്പോൾ അനിമേഷനിലെ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. സോ അത് പറയുമ്പോൾ നമ്മൾ 3D പ്രൊഡക്ഷൻ പൈപ്പ് ലൈൻ എന്നൊരു ടോപ്പിക് കൂടി പറയണം. എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റൈറ്റ് സൈഡിലത്തെ ഇമേജിൽ കാണുന്ന പോലെ 3 ഡിഫറെൻറ്റ് കാറ്റഗറീസിലാണ് 3D പ്രൊഡക്ഷൻ പൈപ്പ് ലൈൻ നടക്കുന്നത്. എന്ന് വെച്ചാൽ ആക്ച്വലി പറഞ്ഞാൽ ഒരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമയ്ക്ക് പുറകിൽ ആരൊക്കെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ ആളുകൾ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ചിലപ്പോൾ അതിനേക്കാളും കൂടുതലായിട്ട് ഒരു അനിമേഷൻ മൂവിയിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വർക്ക്സ് നടക്കുന്നുണ്ടാവും. എന്ന് വെച്ചാൽ ഒരു സിനിമ എന്ന് പറയുമ്പോൾ തിരക്കഥാകൃത്ത് ഉണ്ടാവും, ലൈക്ക് സ്ക്രിപ്റ്റ് റൈറ്റർ, ഡയറക്ടർ, സംവിധായകൻ, മ്യൂസിക് ഡയറക്ടർ ഉണ്ടാവും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ആ ഡിപ്പാർട്ട്മെൻറ്റ്സ് എല്ലാം കംപ്ലീറ്റ് അണുവിട തെറ്റാതെ തന്നെ ഇവിടെ വരും. 3D ആനിമേഷൻ മൂവീസ് ചെയ്യുമ്പോഴുണ്ടാവും. അതുപോലെ തന്നെ ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ്സ് കൂടിയേക്കാം അനിമേഷൻ മൂവീസ് ചെയ്യുന്ന സമയത്ത്. സോ വി ആർ ഗോയിങ് ടു 3D പ്രൊഡക്ഷൻ പൈപ്പ് ലൈൻ. അപ്പോൾ ഇവിടെ കാണുന്ന പോലെ പ്രീ പ്രൊഡക്ഷൻ, ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് പ്രൊഡക്ഷൻ, തേർഡ് സ്റ്റേജ് പോസ്റ്റ് പ്രൊഡക്ഷൻ. പ്രീ പ്രൊഡക്ഷനിൽ അയാൾ ഫസ്റ്റ് ഇമേജ് കാണിക്കുന്നുണ്ടല്ലോ, ബെഡിൽ നിന്ന് രാവിലെ എണീക്കുന്നു എന്ന് പറഞ്ഞുള്ളൂ. രാവിലെ ആകാം, വൈകിട്ടാകാം, എപ്പോഴാകാം, അതൊരു ടൈംലെസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഐഡിയ വന്നു. സോ പിന്നെന്താ ചെയ്യുന്നത്? ഐഡിയ വന്നു, അതിനെ എലാബറേറ്റ് ചെയ്യാൻ വേണ്ടി ഡിസ്കഷൻ നടക്കുകയാണ്. ആ സ്റ്റോറി എന്ന് പറഞ്ഞ സെക്കൻഡ് ഏരിയയിൽ പറയുമ്പോൾ ഇവിടെ നമുക്ക് കാണാം. സെക്കൻഡ് ഐക്കണിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് വീഡിയോ കാണുന്നു, മീൻസ് സ്റ്റോറി കാണുന്നു. കാരണം അവിടെ ഒരു കമ്പനിയാണ്, ഒരു ടീമാണ് ഒരു വീഡിയോ ആനിമേഷൻ ഇറക്കുന്നതെങ്കിൽ ആ ടീമിലെ സീനിയർ തൊട്ട് ജൂനിയർ വരെയുള്ള എല്ലാവരും കൂടെ ചേർന്നിരുന്ന് ഒരു സ്റ്റോറി പറയും. ആ സ്റ്റോറി പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ, എല്ലാവരുടെയും സജഷൻസ് ഉണ്ടാവും. ഒരാൾ കാണുന്ന അതേ വ്യൂവിലായിരിക്കില്ല അടുത്തൊരാൾ കാണുന്നത്. അപ്പോൾ അവരുടെ എല്ലാം വ്യൂസ് നോക്കിയിട്ട് അതിൽ നിന്നെല്ലാം ഫിൽട്ടർ ചെയ്തിട്ട് നല്ലൊരു പ്രൊഡക്റ്റ് നമുക്ക് ഔട്ട്കം എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഐഡിയ ചെയ്യുന്നത്. സോ ഐഡിയ കഴിഞ്ഞു, സ്റ്റോറി കഴിഞ്ഞു, നെക്സ്റ്റ് കംസ് സ്റ്റോറി ബോർഡ്. സ്റ്റോറി ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം മിക്ക സിനിമകളും ചെയ്യുമ്പോൾ പലരും അത് യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റോറി ബോർഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല എക്സാമ്പിൾ പറഞ്ഞാൽ
കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇപ്പോഴും ഉണ്ട് ബാലരമ. ഞാനൊക്കെ ബാലരമ കൊച്ചിലെ കുറേ വായിച്ച സമയമൊക്കെ ഉണ്ട്. ഇപ്പോൾ കൊച്ചു പിള്ളേർക്ക് വായിക്കാൻ പറ്റിയ ഒരു മാഗസിൻ എന്ന് പറയുന്നത് കളിക്കുടുക്ക പോലുള്ള മാഗസിനുണ്ട്. പിന്നെ മാർവൽ കോമിക്സിൻ്റെയും DC കോമിക്സിൻ്റെയൊക്കെ കോമിക് ബുക്സ് ഉണ്ട്. അപ്പോൾ ഈ ബാലരമ, മാർവൽ കോമിക്സിൻ്റെ, DC ബുക്സിൻ്റെയും കോമിക് ബുക്സ്, കളിക്കുടുക്ക, ഇതെല്ലാം ആക്ച്വലി പറഞ്ഞാൽ ഓരോ സ്റ്റോറി ബോർഡാണ്. എന്ന് വെച്ചാൽ ഇപ്പം ബാലരമാൻ എടുത്താൽ അല്ലെങ്കിൽ കോമിക് ബുക്സ് എടുത്തു കഴിഞ്ഞാൽ, സൂപ്പർമാൻ്റെയൊക്കെ കോമിക് ബുക്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു കോളത്തിൽ നിന്ന് മറ്റൊരു കോളത്തിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ഓരോ കോളത്തിലെയും ക്യാമറ ആംഗിൾസ് ഡിഫറെൻ്റ് ആണ്. ഒരാൾ മേളിൽ നിന്ന് വീഴുന്നു, വേറൊരാൾ ഒരു പഞ്ച് ചെയ്യുന്ന കൈ ആ ഒരു കോളത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളായിട്ട് ടൈറ്റായിട്ട് നിൽക്കുന്നു. പല പല ആംഗിൾസിലുള്ള വ്യൂസ് അവർ ചെയ്യുന്നുണ്ട്. സ്റ്റോറി ബോർഡ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് കുട്ടികൾക്ക് കാണാൻ വേണ്ടിയും വായിക്കാൻ വേണ്ടിയുള്ളൊരു സ്റ്റോറി ആണെങ്കിൽ കൂടി അതിലെ ക്യാമറ ആംഗിൾസ്, അതിലെ ആക്ഷൻസ്, അതിലെ ക്യാരക്ടറിൻ്റെ ആ ഒരു വരവ് ഒക്കെ, വില്ലൻ വരുമ്പോൾ ആ രീതിയിൽ, ഒരു ഹീറോ വരുമ്പോൾ ആ രീതിയിലുള്ള ആംഗിൾസ്, ക്യാമറ ആംഗിൾസ്, ഇതെല്ലാം പെർഫെക്റ്റ്ലി ചെയ്തിട്ടുള്ളത് സ്റ്റോറി ബോർഡിലാണ്. അപ്പോൾ ആ സ്റ്റോറി ബോർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കോമിക് ബുക്ക് പോലെ ചിന്തിച്ചാൽ മതി. അപ്പം സ്റ്റോറി ബോർഡ് ഇവിടെ ആദ്യത്തെ പടി മാത്രം ആവുന്നേ ഉള്ളൂ. അപ്പോൾ സ്റ്റോറി ബോർഡ് ചെയ്യുമ്പം അത് മറിച്ച് നോക്കുമ്പോൾ നമുക്ക് ഓരോ സീനും അല്ലെങ്കിൽ ഓരോ ഷോട്ടും എങ്ങനെയാണ് വരുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാവും. ഒരു സ്റ്റോറി ബോർഡ് നോക്കുമ്പോൾ ഫസ്റ്റ് സീൻ ഏതാണ്, സെക്കൻഡ് സീൻ ഏതാണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. അതിനകത്ത് ഓൾറെഡി ഡിറ്റർമിൻഡ് ആയതുകൊണ്ട് സീൻസ് എല്ലാം ആയതുകൊണ്ട് അങ്ങനെ ടൈം വേസ്റ്റ് ആകുന്ന രീതികളോ അല്ലെങ്കിൽ ഫിലിം റീല് വേസ്റ്റ് ആകുന്ന പ്രശ്നങ്ങളോ ഒന്നും ഇല്ല. ഇപ്പോൾ ഫിലിം റീലില്ല, ജസ്റ്റ് ഡയറക്റ്റ്ലി ഡിജിറ്റലി ആണല്ലോ റെക്കോർഡിംഗ് ഒക്കെ നടക്കുന്നത്. സോ അങ്ങനെ ഒരു പ്രശ്നം ഒഴിവാക്കാം. സോ സ്റ്റോറി ബോർഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ആ സ്റ്റോറി ബോർഡിങ് ആദ്യം ചെയ്യും. എന്ന് വെച്ചാൽ റഫായിട്ട് സ്റ്റോറി ബോർഡിങ് ചെയ്യുക എന്ന് പറയും. എന്ന് വെച്ചാൽ അതിൻ്റെ റഫ് ഡ്രോയിങ്സ് നമ്മൾ പേപ്പറിൽ വരയ്ക്കും, അല്ലെങ്കിൽ ഡിജിറ്റൽ സോഫ്റ്റ്വെയർസ് അതിന് വേണ്ടിയുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റോറി ബോർഡ് ചെയ്യാൻ പേപ്പറിൽ ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റോറി ബോർഡ് ഡിജിറ്റലി ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആനിമാറ്റിക്സ് എന്നൊരു ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആനിമാറ്റിക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യും, ഒരു അടിക്കുമ്പോൾ അയാൾക്ക് ആ ഒരു എൻവയോൺമെൻറ്റിൽ അയാൾക്ക് വരുന്ന കുറേ എക്സ്പ്രഷൻസ്, കുറേ എക്സ്ട്രാ ഇഫക്ട്സ് അതെല്ലാം ചേർക്കുന്നുണ്ട്. അപ്പോൾ ആനിമാറ്റിക്സിനകത്ത് ആ കാര്യങ്ങൾ ഡിസ്കസ് അവിടെ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഡിസൈൻ എന്ന് വെച്ചാൽ, ഡിസൈൻ എന്ന് പറയുമ്പോൾ ഈ ഡിസൈനിനകത്ത് വരുന്ന കാര്യങ്ങൾ കോൺസെപ്റ്റ് ഡിസൈൻ എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലോട്ട് നമുക്ക് മാറ്റാം. കോൺസെപ്റ്റ് ഡിസൈൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ക്യാരക്ടർ, ഒരു സ്റ്റോറി എന്ന് പറയുമ്പോൾ തന്നെ ആ സ്റ്റോറിക്ക് ഒരു കാലഘട്ടം ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരു ടൈം പീരീഡ് ഉണ്ടാവും. ഒരു പഴയ കാലം പുതിയ കാലം എന്ന് പറയുന്ന പോലെ. പഴയ കാലം പുതിയ കാലം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചിന്തിച്ചാൽ മതി, പഴയ കാലത്തെ സിനിമകളും ഇപ്പോഴത്തെ സിനിമകളും കാണുമ്പോൾ അതിലെ ആ ഒരു വസ്ത്രധാരണ രീതി, ഡ്രസ്സിങ് സ്റ്റൈല് ഇപ്പോഴത്തെ അപ്പോഴത്തെയും വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് വണ്ടികൾ വ്യത്യാസമുണ്ട്, ഇന്നത്തെ കാലത്ത് വണ്ടികൾ വ്യത്യാസമുണ്ട്. അന്നത്തെ കാലത്ത് വീടുകളും ഇന്നത്തെ കാലത്ത് വീടുകളും വ്യത്യാസമുണ്ട്. അന്നത്തെ കാലത്ത് ജോലിയുടെ സ്റ്റൈലും ഇപ്പോഴത്തെ ജോലിയുടെ സ്റ്റൈലും വ്യത്യാസമുണ്ട്. അപ്പോൾ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് കാലഘട്ടത്തിൽ നടക്കുന്നു എന്നുള്ളൊരു കാര്യം, ഏത് ടൈപ്പ് ഡ്രസ്സിങ് ആണ് അവർ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം, ഗേൾസ് ആയിക്കോട്ടെ, ബോയ്സ് ആയിക്കോട്ടെ, ജെൻസ് ആയിക്കോട്ടെ, ലേഡീസ് ആയിക്കോട്ടെ, മീൻസ് വലിയവരും ചെറിയവരും ആയിട്ടുള്ള അങ്ങനെ ആളുകളെല്ലാം വ്യത്യാസം വരുന്നുണ്ട് പല കാലഘട്ടത്തിൽ പറയുമ്പോൾ. അപ്പോൾ അതിനെക്കുറിച്ച് ടൈം ഒരു കാര്യമാണ്, ഡ്രസ്സിങ് സ്റ്റൈൽ ഒരു കാര്യമാണ്, പിന്നെ ഏത് ടൈപ്പ്, മീൻസ് ഏത് റേഷ്യൽ ആയിട്ടുള്ള ആളുകളാണ്. എന്ന് വെച്ചാൽ അമേരിക്കക്കാരനാണോ, അല്ലെങ്കിൽ ഏഷ്യക്കാരനാണോ, അല്ലെങ്കിൽ മംഗോളിയനാണോ. അപ്പോൾ ഇങ്ങനത്തെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. എന്ന് വെച്ചാൽ അയാളുടെ സ്കിൻ ബേസ്ഡും, അയാളുടെ ഡാർക്ക് സ്കിൻഡ് ആണോ, ലൈറ്റ് സ്കിൻഡ് ആണോ, യെല്ലോ സ്കിൻഡ് ആണോ, കണ്ണെങ്ങനെ ഇരിക്കുന്നു, സ്കിന്ന്, അയാൾ മീൻസ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആയിട്ടുള്ള ഒരാളാണോ, അതോ വെളിയിൽ ഔട്ട്ഡോറിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണോ, അതോ കാട്ടിൽ ജീവിക്കുന്ന ഒരാളാണോ. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ആ ക്യാരക്ടറെ നമ്മൾ അത്രയ്ക്ക് അക്യൂറേറ്റ് ആയിട്ട് ക്യാരക്ടറിനെ ഡിസൈഡ് ചെയ്തിട്ട് അവിടെ ആ ഡിസൈൻ ഫിനിഷ് ചെയ്യണം. എന്നിട്ട് അത് ഒറ്റ ഒരു ഷോട്ടിൽ ഫിനിഷ് ആവില്ല. ഡിസൈൻ ചെയ്ത് 10, 40, 100 ഡിസൈൻസ് ചെയ്തതിന് ശേഷമായിരിക്കും അത് അപ്രൂവ് ചെയ്യുന്ന ആളെന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടർ ആയിരിക്കും. അപ്പോൾ ക്രിയേറ്റീവ് ഡയറക്ടറിന് താഴെ കുറേ ആർട്ടിസ്റ്റുകളുണ്ടാവും. ഈ ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സ് എല്ലാം ഒരു ക്രിയേറ്റീവ് ഡയറക്ടറിൻ്റെ കീഴിലായിരിക്കും ഉള്ളത്. അതിന് മേളിൽ വേറെ ഒരു ഡയറക്ടർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ കമ്പനി വരുന്നതനുസരിച്ച് ചിലപ്പം ഇതിനകത്ത് ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. എന്തായാലും ഉറപ്പായിട്ടും ഒരു ക്രിയേറ്റീവ് ഡയറക്ടർ എല്ലായിടത്തും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അവരാണ് ഡിസൈഡ് ചെയ്യുന്നത് ഏത് ഷോട്ട് വേണം, എങ്ങനെ വേണം എന്നുള്ളത്. ഈ ഒരു ക്രിയേറ്റീവ് ഡയറക്ടർ എന്നൊക്കെ പറയുന്ന ആളെന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്യുന്ന ഏതെങ്കിലും ആർട്ടിസ്റ്റുകളായിട്ട് ഇരിക്കുന്ന ആളുകൾ തന്നെ വർഷങ്ങൾക്ക് ശേഷം സീനിയറായി ക്രിയേറ്റീവ് ഡയറക്ടർ ആവുന്നവരാണ്. അപ്പോൾ ഈ സ്റ്റേജസിലൂടെ എല്ലാം അവർ പോയവരായിരിക്കും. ഓക്കെ, അപ്പോൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഡിസൈൻ ചെയ്തതിന് ശേഷം ഡിസൈൻ അപ്രൂവൽ ആയി കഴിഞ്ഞാൽ നേരെ ലേ ഔട്ടിലോട്ട് വരുന്നു.
ലേഔട്ട് എന്ന് പറയുന്ന ഏരിയയിലോട്ട് വരുമ്പോഴത്തേക്ക് എങ്ങനെ ഇതിനെ നമ്മൾ ലേഔട്ട് ചെയ്യണം, പേര് പോലെ തന്നെ ലേഔട്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ്. അത് എങ്ങനെ നമ്മൾ ആ സ്റ്റോറി ലേഔട്ട് ചെയ്യണം എന്നതിനെക്കുറിച്ച് പറയുന്നു. നെക്സ്റ്റ് R&D എന്ന് പറയുമ്പം അതിനെക്കുറിച്ചുള്ള ഈ പേര് പോലെ തന്നെ R&D നടത്താനുണ്ട്. കാരണം എവിടെ ഏത് കാലഘട്ടത്തിലുള്ള കാര്യങ്ങളാണ്, എന്തൊക്കെ വേണം നമുക്കതിന്, ഡ്രസ്സിങ് സ്റ്റൈൽ എങ്ങനെ വേണം, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. R&D എന്ന് പറഞ്ഞാൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആണ് കേട്ടോ. R&D അറിയാത്തവർക്ക് വേണ്ടി പറയുവാണേ. ഓക്കെ, നെക്സ്റ്റ് മോഡലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസൈൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ തൊട്ട് മുമ്പ് കണ്ടായിരുന്നു. ഡിസൈൻ ഈ പെൻസിലും കൊണ്ടിരിക്കുന്ന രണ്ടുപേരല്ല, കുറേ പേര് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ ഡിസൈൻ ചെയ്യുന്ന ക്യാരക്ടർ ആയിക്കോട്ടെ, വെഹിക്കിൾ ആയിക്കോട്ടെ, അതിൽ ആ സ്റ്റോറിയിൽ വരുന്ന വെഹിക്കിൾ, ക്യാരക്ടർ, ബിൽഡിങ്സ്, ഇപ്പോൾ വെപ്പൺസ് ആണ് വെപ്പൺസ്, അവർ യൂസ് ചെയ്യുന്ന ഓഫീസിലെ കമ്പ്യൂട്ടർ, ഒരു വീടാണ് കാണിക്കുന്നത്, അതിനകത്ത് ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ, TV വേണമെങ്കിൽ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് മോഡലിംഗ് ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ അതാണ് മോഡലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഏകദേശം ഒരു വഴി. ടോട്ടലി ഞാനിപ്പം ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. ടെക്സ്ചറിങ് എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, റിഗ്ഗിങ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അനിമേഷൻ ഉണ്ട്, VFX ഉണ്ട്, ലൈറ്റിംഗ് ഉണ്ട്, റെൻഡറിങ് ഉണ്ട്. ഇതെല്ലാം ഓരോ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇത് പ്രൊഡക്ഷനിൽ വരുന്നു. നെക്സ്റ്റ് പോസ്റ്റ് പ്രൊഡക്ഷൻ. കോമ്പോസിറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഫീൽഡ് വരുന്നുണ്ട്. കോമ്പോസിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെയ്ത വീഡിയോസ് എല്ലാം എടുത്തിട്ട് വേണ്ട വിധം കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്ത് ചേർക്കുന്നു. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു എക്സാമ്പിൾ നേരത്തെ ഞാൻ മിക്കവാറും പറയാറുള്ള എക്സാമ്പിൾസാണ് എൻ്റെ സ്റ്റുഡൻസിനോട്. ഒരു കറി വെക്കുമ്പോൾ അതിനകത്ത് വേണ്ട കൂട്ടുകൾ, മസാലകൾ ഇടുക എന്ന് പറയുന്ന കാര്യങ്ങൾ പോലെ ഇവിടെ ആ ഒരു ഏരിയയാണ്. കൂട്ടും മസാലയും ഉപ്പും കുറച്ച് എരിയും ഒക്കെ ആവശ്യത്തിൽ കൂടുതലോ അല്ലെങ്കിൽ ആവശ്യത്തിനോ ഒക്കെ പാകത്തിനാക്കുന്ന രീതി ഉള്ളൊരു ചെയ്യുന്നൊരു സ്റ്റേജാണ് ഇവിടെ. കോമ്പോസിറ്റിങ്ങും 2D VFX മോഷൻ ഗ്രാഫിക്സും ഒക്കെ ആഡ് ചെയ്യുന്നതും, പിന്നെ കളർ കറക്ഷൻ എന്നുള്ള സംഭവം ചെയ്യുന്നതും എല്ലാം, പിന്നെ ഫൈനൽ ഔട്ട്പുട്ട് ലാസ്റ്റിൽ വരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ആ സ്റ്റേജ് ബേസിക്കലി പെട്ടെന്നൊരു ഓവർവ്യൂ പറയാൻ പോകുന്നത്. നെക്സ്റ്റ് നമുക്ക് അടുത്ത സ്റ്റേജിലോട്ട് പോകാം. മീൻസ് ഇതിൻ്റെ എല്ലാം ഇലാബറേഷനിലോട്ട് നമുക്ക് പോകാം. ഓക്കെ, കുറച്ചുകൂടെ എക്സ്പ്ലനേറ്ററി രീതിയിലോട്ട് നമുക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ഉണ്ട് കോൺസെപ്റ്റ് ഡിസൈൻ. ഈ ഇമേജസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് കോൺസെപ്റ്റ് ഡിസൈൻ. നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞ ക്യാരക്ടറിനെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരു ക്യാരക്ടറിൻ്റെ ഇമോഷൻസ് എങ്ങനെയൊക്കെ വരുത്താം, എന്തൊക്കെ ടൈപ്പ് ഇമോഷൻസ് അയാൾ കാണിച്ചേക്കാം. അപ്പോൾ അതിൻ്റെ എല്ലാം ഇമോഷൻസ് കാണിച്ചാൽ അയാളുടെ ഫേസിൽ വരുന്ന മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ്. നമ്മൾ പറയത്തില്ലേ, ഒരു എന്തെങ്കിലും ഒരു ഡാൻസിനാണെങ്കിലും ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന ഓഡിഷൻ എന്ന് പറയത്തില്ലേ, ഓഡിഷനിൽ പങ്കെടുത്തു എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ ഒരു ഓഡിഷൻ ഇയാൾക്ക് വേണ്ടി ചെയ്യുകയാണ് ഒരു കോൺസെപ്റ്റ് ആർട്ടിസ്റ്റ്. അതാണ് ഈ കണ്ടത്, ഫ്രണ്ടിൽ കാണുന്ന ഈ ലെഫ്റ്റ് സൈഡിലത്തെ ഇമേജ്. നെക്സ്റ്റ് റൈറ്റ് സൈഡിലത്തെ ഒരു ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു ക്യാരക്ടർ, എഡൽ എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട്. ഈ ക്യാരക്ടറിനെ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ക്യാരക്ടറിനെ നമ്മൾ ഒരു 3D മോഡലിംഗ് ആർട്ടിസ്റ്റിന്, കോൺസെപ്റ്റ് ഡിസൈനർ എന്നുള്ള ഒരു ആൾ, കോൺസെപ്റ്റ് ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ആർട്ടിസ്റ്റ് മോഡലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് കൊടുക്കുമ്പോൾ മോഡലിംഗ് ആർട്ടിസ്റ്റിന് കൊടുക്കുന്നത് ഇതുപോലെ ആയിരിക്കും. ക്യാരക്ടറിൻ്റെ ഫ്രണ്ട്, ക്യാരക്ടറിൻ്റെ ബാക്ക്, ക്യാരക്ടറിൻ്റെ 3/4 വ്യൂ, ക്യാരക്ടറിൻ്റെ 3/4 ഫ്രണ്ടും ബാക്കും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ സൈഡ് വ്യൂ ഉണ്ട്. ഇതുപോലെ ചെയ്യും. ഇതുപോലെ വരച്ചെടുക്കും. കാരണം നിങ്ങൾക്ക് ആ ലൈൻ കാണാം, ഇവിടുന്ന് ഒരു ലൈൻ കാണുന്നുണ്ടോ? ഇതിന് പറയുന്ന പേര് മോഡൽ ഷീറ്റ് എന്നാണ് കേട്ടോ. മോഡൽ ഷീറ്റ് എന്ന് വെച്ചാൽ ക്യാരക്ടർ മോഡലിൻ്റെ ഷീറ്റ്, അതാണ് മോഡൽ ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം ആ ഒരു ഷോൾഡർ ലെവലും ഐ ലെവലും ഹെഡ് ലെവലും എല്ലാം ഒരേ ലൈനിൽ നിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു മോഡലിംഗ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിന്, 3D മോഡലിംഗ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിന് ഈ പേപ്പറിൽ വരച്ച ഈ ഡ്രോയിങ്ങിന് നല്ല ഭംഗിയായിട്ട് എല്ലാ ഡീറ്റെയിൽസും കണ്ടിട്ട് വരയ്ക്കാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വരയ്ക്കുക എന്നല്ല, ഈ വരച്ചതിനെ കംപ്ലീറ്റ്ലി 3D മോഡൽ ചെയ്തെടുക്കാൻ പറ്റും, സ്കൾപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അതാണത്. അടുത്തതിൻ്റെ ഒരു കോൺസെപ്റ്റ് ഡിസൈൻ കണ്ടോ, നമ്മുടെ ഒരു തയ്യൽ മെഷീനാണ്, അതിൻ്റെ ഒരു കോൺസെപ്റ്റ് ഡിസൈനാണ്, കോൺസെപ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കോൺസെപ്റ്റ് ഡിസൈനിൽ ഇതെല്ലാം വരും. ഇപ്പോൾ ഞാൻ അനിമേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഫീൽഡിനേക്കാളും കൂടുതൽ ഞാൻ അനിമേഷൻ്റെ 3D ഫീൽഡ് അത് തന്നെയാണ് ടോട്ടലി എടുത്ത് പറയുന്നത് കേട്ടോ. അനിമേഷൻ എന്ന് പറഞ്ഞുവെങ്കിൽ പോലും അപ്പോൾ അത് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പം പ്രോഡക്റ്റ് ഡിസൈനിനെ കുറിച്ച് പറയുന്ന ഫീൽഡിലും ഇത് യൂസ് ചെയ്യാം ഈ ഒരു ഇന്നത്തെ വീഡിയോ. ഓക്കെ, എന്താണ് പ്രൊഡക്റ്റ് ഡിസൈൻ എന്നത് കൂടി നിങ്ങൾക്ക് മനസ്സിലാവും അനിമേഷൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതിലൂടെ. അപ്പോൾ ഇത് പ്രൊഡക്റ്റ് ഡിസൈനാണ്. ഒരു തയ്യൽ മെഷീൻ്റെ ഒരു കോൺസെപ്റ്റ് ഡിസൈൻ പേപ്പറിൽ വരച്ചാണ്. നെക്സ്റ്റ് ഒരു മൗസാണ്, നമ്മൾ കമ്പ്യൂട്ടറിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മൗസിൻ്റെ കോൺസെപ്റ്റ് ഡിസൈനാണ്. ഓക്കെ, പേപ്പറിലാണ് ആദ്യം വരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം കവർ ചെയ്തത് കോൺസെപ്റ്റ് ഡിസൈൻ എന്നൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. നെക്സ്റ്റ് വരുന്നു സെറ്റ് മോഡലിംഗ് ഡിസൈൻ. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം ലെഫ്റ്റ് സൈഡിൽ മോഡലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ള ഒരാൾക്ക് കിട്ടിയൊരു വർക്ക് എന്ന് പറഞ്ഞാൽ, ഈ കാണുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ ഒരു ബേക്കറിയുടെ മോഡലിംഗ് ചെയ്ത് വെക്കണം. ബേക്കറിയുടെ മോഡലിംഗ് എന്ന് പറയുമ്പോൾ ബേക്കറിയുടെ സെറ്റൊക്കെ ഇട്ടു, ചില അലമാരികളും പിന്നെ ഷെൽഫുകളും എല്ലാം ഈ ഫ്രണ്ടിലോട്ടുള്ള ഒരു ഗ്ലാസ് ഷെൽഫിന് വേണ്ടിയുള്ള സാധനങ്ങൾ വെച്ചു. അതിനുള്ള കേക്കും ലഡ്ഡു
പിന്നെ അതുപോലെ വേണ്ട പലഹാരങ്ങളെല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു. ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഓരോന്നും മോഡൽ ചെയ്തെടുക്കണം 3D സോഫ്റ്റ്വെയറിൽ. അപ്പോൾ എന്നിട്ട് അത്രയും സാധനങ്ങൾ സെപ്പറേറ്റ് എടുത്തിട്ട് ഇതിൻ്റെ ഒരു ലഡ്ഡു എന്ന് പറഞ്ഞാൽ ഒരു ലഡ്ഡു, ഇത്രയും ലഡ്ഡൂസിന് ഒരു ലഡ്ഡു ഉണ്ടാക്കിയിട്ട് കോപ്പി എടുക്കാം, പക്ഷേ അതിനൊരു ലഡ്ഡു ആദ്യം ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ ബ്രെഡ് എന്ന് പറയുമ്പോൾ ഒരു ബ്രെഡ് ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ ബാക്കി 4 കോപ്പി എടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുക. പല ടൈപ്പ് കേക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു പല ടൈപ്പ് കേക്ക് 4 ടൈപ്പ് കേക്ക് ഉണ്ടെങ്കിൽ 4 ടൈപ്പ് കേക്കും സെപ്പറേറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ അപ്പോൾ ഈ മഫിനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് അതുപോലെ തന്നെ ഒരെണ്ണം ഉണ്ടാക്കിയാൽ മതി 4 പകരം. അപ്പോൾ അങ്ങനെ കുറച്ച് ഈസ ഉണ്ട്. എങ്കിൽ പോലും ഇതെല്ലാം മെനക്കെട്ടിരുന്ന് പണിയേണ്ടതാണ്. നമ്മൾ തടിയിൽ കൊത്തിയെടുക്കുന്നത് പോലെ തന്നെ 3D Maxൽ അല്ലെങ്കിൽ മായ എന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, അല്ലെങ്കിൽ വേറെ ഫ്രീ സോഫ്റ്റ്വെയർ ബ്ലെൻഡർ എന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സെറ്റ് മോഡലിങ്ങിൽ ഇപ്പുറത്ത് കാണുന്ന ഒരു പൊട്ടിപ്പൊളിഞ്ഞൊരു കാളവണ്ടി, അതിൻ്റെ അങ്ങനത്തെ ഒരു ഏരിയ. അപ്പോൾ അതിൻ്റെ സ്റ്റൈൽ വേറെയാണ് ആ ഒരു മൂവിയുടെ. അപ്പോൾ അതിന് വേണ്ടിയുള്ള രീതിയിലാണ് ആ ഒരു സീൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് താഴെ കാണാം ഒരു ആർക്കിടെക്ചറൽ രീതിയിലുള്ളൊരു ഫോട്ടോയാണ്. എന്ന് വെച്ചാൽ ഒരു ബാത്ത് ടബിൻ്റെ ഒരു ഡിസൈൻ, കംപ്ലീറ്റ്ലി ഒരു ഫോട്ടോ റിയലിസ്റ്റിക് ഇഫക്റ്റാണ് കാണുന്നത്. ഗ്ലാസ് ഉണ്ട്, ബാത്ത് ടബ് ഉണ്ട്, ഒരു ഡീസൻറ്റ് ബാത്റൂമിൻ്റെ ഒരു സ്പേസും കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇവിടെ കാണുന്നത് ഒരു പാർക്കാണ്, ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഒരു ഏരിയയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിലെല്ലാം നിങ്ങൾ നോക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരു 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 പ്രത്യേക ഒരു ഫീൽ ഇവിടെ എല്ലാത്തിലും നമുക്ക് എല്ലാ ഫോട്ടോയിലും ഒരു കോമൺ ഫീൽ വരുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഒരു കോമൺ ഫാക്ടർ എന്താണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം ഒരു പ്രത്യേക രീതിയിലാണ് നിൽക്കുന്നത്. കളറില്ല അല്ലേ, ഒരു ഗ്രേ സ്കെയിൽ അല്ലെങ്കിൽ ഗ്രേ ടോണിലാണ് നിൽക്കുന്നത്. വൈ? ബിക്കോസ് നമ്മൾ 3D മോഡൽ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും എപ്പോഴും ഇരിക്കുന്നത്. ഇവിടെ ഈ ഒരു ഫോട്ടോ മാത്രമേ ഒരു എക്സെപ്ഷണൽ കേസ് ഉള്ളൂ. ഇവിടെ ബാത്ത് ടബ് കംപ്ലീറ്റ്ലി വൈറ്റും ആ ഒരു ടാപ്പൊക്കെ സ്റ്റീലും കിടപ്പുണ്ട്. അപ്പോൾ അതിനെ മൈൻഡ് ചെയ്യേണ്ട. നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് 3D മോഡൽ ഇതുപോലത്തെ രീതിയിലാണെങ്കിൽ ഈ ഒരു ഗ്ലാസ്സും ഒന്നും കാണില്ല, എല്ലാം വൈറ്റായിട്ട് അല്ലെങ്കിൽ ഗ്രേ കളറിലായിരിക്കും ഇരിക്കുക കംപ്ലീറ്റ്ലി. അപ്പോൾ സെറ്റ് മോഡലിംഗ് ചെയ്യുന്ന സമയത്ത് അത് ഒരു സിമെൻറ്റ് കൊണ്ട് ഒരു ശില്പം അല്ലെങ്കിൽ ഒരു സ്കൾപ്ചർ ഉണ്ടാക്കുന്ന സമയത്ത്, മണ്ണ് കൊണ്ടൊരു സ്കൾപ്ചർ ഉണ്ടാക്കുന്ന സമയത്ത് കംപ്ലീറ്റ്ലി മണ്ണ് തന്നെ ആയിരിക്കുമല്ലോ അതിൻ്റെ കളർ. സോ അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ 3Dയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫുള്ളി ഗ്രേ സ്കെയിൽഡ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് നെക്സ്റ്റ് ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിലൂടെ കവർ ചെയ്ത് കയറി പോകുമ്പോഴാണ് ഇത് ഫൈനൽ ഔട്ട്പുട്ടിൻ്റെ ആ ഒരു സ്റ്റേജിലോട്ട് എത്തുന്നത്. ഓക്കെ, ലഡ്ഡുവായിട്ട് തോന്നാനും കേക്കായിട്ട് തോന്നാനും മഫിനായിട്ട് തോന്നാനും ബ്രെഡായിട്ട് ഫീൽ ചെയ്യാനും ഒക്കെ ചെയ്യണമെങ്കിൽ അത് ടെക്സ്ചറിങ് സ്റ്റേജിലൂടെ പോകണം, ലൈറ്റിംഗ് സ്റ്റേജിലൂടെ പോകണം. അതിലൊക്കെ നമ്മൾ പറയാൻ പോകുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോകാം. ആൻഡ് ദാറ്റ് ഈസ് ക്യാരക്ടർ മോഡലിംഗ്. അപ്പോൾ നമുക്കിവിടെ 3 ഫോട്ടോ കാണാം. അതിൽ 3ലും ക്യാരക്ടേഴ്സിനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓരോ സ്റ്റോറിക്കും വേണ്ട ക്യാരക്ടർ ഓരോ തരത്തിലായിരിക്കും. അപ്പോൾ ഇതുപോലൊക്കെയാണ് ക്യാരക്ടറിനെ 3D മോഡൽ ചെയ്ത് വെക്കുന്നത്. നമുക്ക് റൈറ്റ് സൈഡിൽ ജോൺ സീനായി കാണാം, സെൻട്രൽ ഒരു ക്യാരക്ടറുണ്ട്, ലെഫ്റ്റ് സൈഡിൽ വേറൊരു ടൈപ്പ് ക്യാരക്ടറുണ്ട്. ലെഫ്റ്റ് സൈഡിലെ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു ഷെർലക് ഹോംസിനെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ആ ക്യാപ്പും കയ്യിലിരിക്കുന്ന ആ ഒരു ലെൻസും കാണുമ്പോൾ നമുക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റും അത് ഷെർലക് ഹോംസിനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു ആർട്ടിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സെൻറ്ററിൽ കാണുന്ന ഇമേജും വേറെ എന്തോ ഒരു സ്റ്റോറിക്ക് വേണ്ടിയുള്ളതാണ്. പിന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന ജോൺ സീന. അപ്പം ഇതെല്ലാം 3D മോഡൽസ് ആണ്, ഫോട്ടോസ് അല്ല. 3D മോഡൽസ് ആണെന്നതിൻ്റെ ഒരു തെളിവാണ് ഗ്രേ സ്കെയിൽഡാണ് കാണുന്നതല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ക്യാരക്ടർ മോഡൽ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഓരോ സ്റ്റോറിക്ക് അനുസരിച്ച് അതിൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് എന്ന് വെച്ചാൽ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഈ ക്യാരക്ടറിൽ ഉദ്ദേശിച്ചത് ഓരോ സ്റ്റോറിയുടെയും സ്വഭാവം അനുസരിച്ച് അതിൻ്റെ ക്യാരക്ടറിൻ്റെ മോഡൽ മാറി. ഇത് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു മോഡലാണ്. ഇത് റിയലിസ്റ്റിക് ആണ്. ഇത് റിയലിസ്റ്റിക് എന്നാണെന്ന് ചോദിച്ചാൽ കുറച്ച് കാർട്ടൂണിക് ആയിട്ടുള്ള ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള എല്ലാം ഉണ്ട്. ക്യാപ്പുണ്ട്, പിന്നെ ഡ്രസ്സുണ്ട്, കൈയുടെ വിരലുകളെല്ലാം നമ്പർ ഓഫ് വിരൽസ് എല്ലാം സെയിം ആണ്, ഹൈറ്റ് ഏകദേശം കറക്റ്റാണ്. പക്ഷേ സ്റ്റിൽ ഒരു കാർട്ടൂണിക് ഫീലുണ്ട്, ഒരു ഫൺ ഫീലുണ്ട് ക്യാരക്ടറിനെ കണ്ടാൽ. ഇവിടെ ഫൺ ഫീലല്ല, റിയൽ ഫീലാണ്. ഇവിടെ റിയൽ ഫീലാണ്. അപ്പോൾ അത് ഓരോ സ്റ്റോറിക്ക് അനുസരിച്ച് നമ്മൾ അതിൻ്റെ സ്റ്റൈൽ മാറ്റും. ഓക്കെ, നെക്സ്റ്റ് ടെക്സ്ചറിങ് എന്ന് വെച്ചാൽ ഒരു ക്യാരക്ടറിനെ മോഡൽ ചെയ്യുമ്പോൾ ആ ഗ്രേ സ്കെയിൽ ഫീൽ മാറി അയാളെ ഒരു സ്കിന്നിൻ്റെ പോർഷൻ സ്കിന്നായിട്ടും, ബൂട്ടാണെങ്കിൽ ബൂട്ടിൻ്റെ പോർഷനിൽ ഉള്ള ഒരു ബൂട്ടിന് ലെതർ ഫീലും, പാൻസ് ഇടുവാണെങ്കിൽ അല്ലെങ്കിൽ ടീഷർട്ട് ഇടുവാണെങ്കിൽ അതിൻ്റെ ഫാബ്രിക്കിൻ്റെ ഫീൽ അവിടെ കിട്ടാനും, അപ്പം അതൊക്കെ ഒരു മുടിയാണെങ്കിലും മുടിയുടെ ഫീൽ അവിടെ വരണം മുടിയുള്ളിടത്ത്. അപ്പോൾ അത് ഒക്കെ കൊടുക്കുന്നത് ടെക്സ്ചറിങ്ങിലാണ്. അപ്പോൾ ഇവിടെ ക്യാരക്ടറിനെ ടെക്സ്ചറിങ് ആണ് ചെയ്തിരിക്കുന്നത്. ടെക്സ്ചേർഡ് ക്യാരക്ടറാണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആൾ വിത്ത് ആ ഒരു ഡോട്ടഡ് മെഷ് കാണാം നമുക്ക്. റൈറ്റ് സൈഡിൽ ഈ കാണുന്നത്
കംപ്ലീറ്റ് ഇയാളുടെ ടെക്സ്ചർ ചെയ്തേക്കുന്ന ഫയൽസാണ്. ഫോട്ടോഷോപ്പിലാണ് അത് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് 3ds Maxലോ അല്ലെങ്കിൽ മായയിലോ കൊണ്ടുവന്നിട്ട് ഈ ക്യാരക്ടറിൻ്റെ മേലിലോട്ട് കവർ ചെയ്ത് വെക്കും. കവർ ചെയ്ത് വെക്കുക എന്ന് വെച്ചാൽ പേര് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും ഇത് ഈ ഫീൽഡുമായിട്ട് യാതൊരു കണക്ഷനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് യാതൊരു കാര്യം അറിയാത്ത ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് പറയുന്നത് ഞാൻ കേട്ടോ. അപ്പോൾ ഫോട്ടോഷോപ്പിൽ ഈ ഡിസൈൻ ചെയ്യും, എന്നിട്ട് 3D സോഫ്റ്റ്വെയറിൽ കൊണ്ടുവന്നിട്ട് ക്യാരക്ടറിൻ്റെ മേളിലോട്ട് അതിനെ ലേ ചെയ്യും. അതൊക്കെ വേറൊരു ടെക്നിക്കാണ്. അപ്പോൾ അതായത് കണ്ടില്ല, ഇത് ടീഷർട്ടിൻ്റെ ഫ്രണ്ട്, ടീഷർട്ടിൻ്റെ ബാക്ക്, കൈപ്പത്തിയുടെ ഫ്രണ്ട് പോർഷൻ, അതിൻ്റെ ബാക്ക് പോർഷൻ, ഫേസ് കണ്ടോ, ഫേസിൻ്റെ ഫ്രണ്ട്, ഫേസിൻ്റെ ലെഫ്റ്റ് സൈഡും ഫേസിൻ്റെ റൈറ്റ് സൈഡും ഒരുമിച്ചാക്കി. ഇതെല്ലാം ഫോട്ടോഷോപ്പിൽ ചെയ്തെടുക്കുന്നതാണ്. കണ്ണിന് വേണ്ടി പ്രത്യേകം ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്തു. ഇതെല്ലാം കണ്ണിൻ്റെയും ആ ഒരു പാൻസിൻ്റെ ആണ് പാൻസിൻ്റെ, ഫേസിൻ്റെ ആണ് ഫേസിൻ്റെ, ടീത്ത് കണ്ടോ, ടീത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ ടീത്ത് സെപ്പറേറ്റ് വരയ്ക്കണം, അത് ടെക്സ്ചർ ചെയ്യണം. അപ്പോൾ അങ്ങനെ എന്തൊക്കെ ഇതിനകത്ത് ഇയാളുടെ ദേഹത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, പിന്നെ വേറെ കുറേ ടൂൾസ് ഉണ്ട്, അങ്ങനെ എന്തൊക്കെയുണ്ടോ അതിൻ്റെ എല്ലാം ടെക്സ്ചർ ഒറ്റ ഫയലാക്കി ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഞാനത് അസൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഏതെങ്കിലും ഒന്ന് മിസ്സായെന്നൊരു പ്രശ്നം വരണ്ട. അതുകൊണ്ടാണ് അങ്ങനെയാണ് ടെക്സ്ചറിങ് ചെയ്തത്. അത് കഴിഞ്ഞാൽ പിന്നെ ആൾ റിയൽ ഫീൽ വരും. ആളിന് കാണുമ്പം അയാൾ ഇട്ടേക്കുന്ന ഡ്രസ്സിനും ബൂട്ടിനും, ഗ്ലൗസ് ആണ് ഗ്ലൗസ്, സ്കിന്നാണ് സ്കിന്ന്, അതിനെല്ലാം എല്ലാത്തിനും റിയൽ ഫീൽ കൊണ്ടുവരുന്നത് ടെക്സ്ചറിങ് ആണ്. ആ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. നെക്സ്റ്റ് ആണ് ടെക്സ്ചറിങ് സെറ്റ് എന്ന് പറയുമ്പോൾ ഇതൊരു സെറ്റാണ്. ഒരു കുറേ ചെടികളും കാട് പോലെ ഒരു ഏരിയ ചെയ്തു. ഒരു റോഡുണ്ട്, കാറ് ഉണ്ട്. അതിൻ്റെ ടെക്സ്ചേർഡ് അല്ലാത്ത ഒരു സെറ്റാണ് ഈ കാണുന്നത്. ടെക്സ്ചർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കും. ആക്ച്വലി റിയൽ ലൈഫിലുള്ള ഒരു സീൻ കാണുന്നത് പോലെ തന്നെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. റോഡിൻ്റെ ആ ഒരു എല്ലാ സ്വാഭാവികതയും അവിടെയുണ്ട്. ലൈറ്റ്സ് വീഴുന്നുണ്ട്. ലൈറ്റ്സ് വീഴുമ്പോൾ കാറിൻ്റെ സർഫസ് അതുപോലെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റീവ് ആണ്, പക്ഷേ റിഫ്ലക്ഷൻ ചെറിയൊരു ബ്ലറിയാണ്. അപ്പോൾ അത് ആ ഒരു സർഫസിനെ കൂടുതൽ നമുക്ക് റെസ്പോൺസ് തരുന്നുണ്ട്. ആ സർഫസിൻ്റെ റെസ്പോൺസ് നമുക്ക് നല്ലപോലെ കാണിക്കുന്നുണ്ട് ഇവിടെ. സോ അതാണ് ടെക്സ്ചറിങ്ങിൻ്റെ 2 ഡിഫറെൻറ്റ് ടൈപ്സ് കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് പറഞ്ഞാൽ റിഗിങ് ആൻഡ് അനിമേഷൻ. റിഗിങ് ആൻഡ് അനിമേഷൻ പറയുമ്പോൾ ഒരു അനിമേറ്ററിന് അനിമേഷൻ ചെയ്യണമെങ്കിൽ ഒരു ആ അനിമേഷൻ ചെയ്യുന്ന ആ ഒരു മീൻസ് അനക്കണമെങ്കിൽ, അനിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവിങ് ആയിട്ടുള്ള എന്തിനേയും അനിമേഷൻ നമുക്ക് പറയാം. സിംപ്ലി പറഞ്ഞാൽ നമ്മളെല്ലാം ഒരു അനിമേഷനുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ നമുക്ക് തന്നെയും ഓട്ടോമാറ്റിക്കലി അനിമേറ്റ് ആവുന്ന ആളുകളാണ് നമ്മളെല്ലാം. പക്ഷേ നമ്മളാൽ അനിമേറ്റ് ചെയ്യപ്പെടുന്നവരുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോൺ അനിമേറ്റഡ് ആണ്. വൈ? ബിക്കോസ് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമ്മളത് എടുക്കുമ്പോൾ അത് ഫോൺ അനിമേറ്റഡ് ആയി, അത് മൂവിങ് ആയി. അപ്പോൾ അത് നമ്മൾ അനിമേറ്റ് ചെയ്താലേ അനിമേറ്റ് ആവത്തുള്ളൂ. നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് അല്ലെങ്കിൽ ഓർഗാനിക് ബീയിങ്സ് എന്ന് വെച്ചാൽ ഓർഗാനിക് മോഡലിംഗ് എന്നൊരു കാറ്റഗറിയും ഇൻഓർഗാനിക് മോഡലിംഗ് എന്നൊരു കാറ്റഗറിയും ഉണ്ട്. എന്ന് വെച്ചാൽ അങ്ങനത്തെ ജീവനുള്ള വസ്തുക്കളെല്ലാം നമ്മൾ ടോട്ടലി പറയുമ്പോൾ ജീവനുള്ള വസ്തുക്കളെല്ലാം ഓട്ടോമാറ്റിക്കലി അനിമേറ്റഡ് ആണ്. അല്ലാത്തതിനെയൊക്കെ നമ്മൾ തന്നെ അനിമേറ്റ് ചെയ്യുന്നു, നമ്മൾ തന്നെ മൂവ് ചെയ്യുന്നതുകൊണ്ട് അത് അനിമേറ്റഡ് ആണ്. ഓക്കെ. അപ്പോൾ റിഗിങ് ആനിമേഷൻ എന്ന് പറഞ്ഞാൽ സിംപിൾ ഇത്ര ആലോചിച്ചാൽ മതി. റിഗിങ് ചെയ്യുന്ന ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു ബോഡി മണ്ണും കൊണ്ടുണ്ടാക്കിയിട്ട് അതിലോട്ട് നമ്മളൊരു കുറച്ച് കമ്പി എല്ലിന് പകരം വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കതിനെ ഒരു ശില്പമാക്കി എടുക്കാനൊക്കെ പറ്റും. ഒരു ടോയ് ക്ലേ വെച്ചുണ്ടാക്കുമ്പോൾ അതിന് കൈയൊക്കെ മടക്കണമെങ്കിൽ അതിനുള്ളിൽ ആ ടോയ് മണ്ണും കൊണ്ട് ഉണ്ടാക്കുന്ന ടോയ്ക്കുള്ളിൽ കമ്പി കൊണ്ട് ഒരു സ്കെലട്ടൺ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ കമ്പി കൊണ്ട് സ്കെലട്ടൺ ഉണ്ടാക്കുന്ന ആ ഒരു ഇതിന് പറഞ്ഞ പേര് ആ ബോൺ ഫിക്സിങ് എന്നാണല്ലോ. ബോൺ കറക്റ്റ് ആക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിലത്തെ ഇതിൽ കാണാം ഒരു ബോൺ ഉണ്ട് ഉള്ളിൽ. അപ്പോൾ ക്യാരക്ടർ വെളിയിലുണ്ട്, ബോൺ ഉള്ളിലുണ്ട്. ബോണിനെ ഹൈഡ് ചെയ്തുകൊണ്ടായിരിക്കും ക്യാരക്ടറിനെ നമ്മൾ ചെയ്യുന്നത്. ഇവിടെ അതിൻ്റെ കൺട്രോൾസ് താഴെ കാണാം. ഈ ക്യാരക്ടറിനുള്ള കൺട്രോൾസാണ് ഇവിടെ. ഇത് ടെക്സ്റ്റൈഡ് ആണ്, ടെക്സ്റ്റൈഡ് അല്ല ഇപ്പോൾ. എന്നിട്ട് പിന്നെ ആ കൺട്രോൾസ് മാത്രമാണ് ഇവിടെ കാണുന്നത്. ഈ കാണുന്നത് കണ്ണിൻ്റെ കൺട്രോളാണ്, കണ്ണ് ലെഫ്റ്റോട്ടും റൈറ്റോട്ടും പോകാനായിട്ട്. പിന്നെ ഇവിടെ എല്ലാം സർക്കിൾസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കഴുത്ത് തിരിക്കാനും കൈ തിരിക്കാനും കാല് തിരിക്കാനും കാല് പൊക്കാനും ഒക്കെയുള്ള കൺട്രോൾസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതാണ് ഈ കാണുന്നത്. ഓക്കെ. ഇവിടെയും ആ കൈ വരുന്നെങ്കിൽ അതിൻ്റെ ബോൺസ് ഉള്ളിലുണ്ട്. അപ്പോൾ ബോൺസ് നമ്മൾ ഹൈഡ് ചെയ്തിട്ടാണ് നോർമലി അനിമേഷൻ ചെയ്യുമ്പോൾ ക്യാരക്ടേഴ്സിനെ എല്ലാം നമുക്ക് ബോൺസ് കാണാത്തതിൻ്റെ കാര്യം അത് ഹൈഡ് ചെയ്യും. പിന്നെ വെഹിക്കിൾസിനുണ്ട് റിഗിങ്. എന്ന് വെച്ചാൽ ഒരു കാറ് പോകുമ്പം അതൊരു ബമ്പ് അല്ലെങ്കിൽ ഹമ്പ് കയറി ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ ഒരു ബോഡി അപ്പ് ആൻഡ് ഡൗൺ ആവും. ടയർ കയറി ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ വെയിറ്റ് ഉണ്ടെങ്കിൽ ആ അപ്പ് ആൻഡ് ഡൗൺ ആവുന്നതും, ബ്രേക്ക് പെട്ടെന്ന് ഒന്ന് സ്പീഡിൽ പോകുന്നൊരു കാറ് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിലോട്ട് ആ ഒരു പ്രസ് ചെയ്ത് താഴ്ന്നു പൊങ്ങുന്ന ഒരു ഇഫക്റ്റും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ആക്ച്വൽ റിയൽ കാറിൽ ചെയ്യുന്നത് പോലെ, റിയൽ വെഹിക്കിൾസിൽ ചെയ്യുന്ന പോലെ. അപ്പോൾ അതെല്ലാം റിഗിങ് വഴിയാണ് ചെയ്യുന്നത്. ആ റിഗിങ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഒരു ആനിമേഷൻ കറക്റ്റ് ആയിരിക്കും.
എന്ന് വെച്ചാൽ നേരെ എല്ലിൻ്റെ ഘടന അല്ലെങ്കിൽ സ്കെലറ്റൽ സ്ട്രക്ചർ നേരെ അല്ലാത്ത ഒരാൾ നടക്കുമ്പോൾ മുടന്തി നടക്കും എന്ന് പറയുന്ന പോലെ റിഗ്ഗിങ് കറക്റ്റ് ആയില്ലെങ്കിൽ നമ്മുടെ അനിമേഷനും മുടന്തി ആയിരിക്കും പോവുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബോൺ സ്ട്രക്ചറും ആ ഒരു ഫ്ലഷ് മനുഷ്യൻ്റെ ക്യാരക്ടറിൻ്റെ ആണ് ചെയ്യുന്നതെങ്കിൽ ഫ്ലഷും ബോൺ സ്ട്രക്ചറും ഒരുമിച്ച് അതിനെ നമ്മൾ എന്താ ചെയ്യുക, അതിന് രണ്ടുപേരെയും കൂടെ ഒരുമിച്ചാക്കണം. രണ്ട് ബൈൻഡ് ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ കറക്റ്റായിട്ട് അനിമേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെയാണ്. ഓക്കെ, അതാണ് റിഗ്ഗിങ്ങും അനിമേഷനും. ലൈറ്റിംഗ് ആൻഡ് റെൻഡറിങ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇമേജ് കംപ്ലീറ്റ്ലി മോഡൽഡ് ആണ്. അവിടെ ലൈറ്റിംഗ് ഒന്നും ഇല്ല. എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോറി പറയുന്ന സമയത്ത് രാവിലെയാണോ ഉച്ചയ്ക്കാണോ വൈകിട്ടാണോ എന്നുള്ള കാര്യങ്ങളും നൈറ്റിലാണോ എന്നുള്ള കാര്യങ്ങളുമൊക്കെ ആ സ്റ്റോറിയിൽ നിർബന്ധമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഒരു സ്റ്റോറി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, ഒരു സിനിമ ആയിക്കോട്ടെ, സിനിമയിലുണ്ട് രാത്രി പകലും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ. അപ്പം ഒരു ടൈം ഉണ്ടല്ലോ എപ്പോഴും. അപ്പോൾ ആ കഥ അത് വെച്ചാണല്ലോ കഥ മുന്നോട്ട് നീങ്ങുന്നത്, ഏത് സ്റ്റോറി പറയുമ്പോഴും ഏത് സിനിമ കാണുമ്പോഴും. എന്ന് പറയുന്ന പോലെ ഇവിടെ ഒരു റൂം കാണിക്കുന്നുണ്ട്. ആ റൂം കാണിക്കുമ്പോൾ അതിൻ്റെ ഒരു ലൈറ്റിംഗ് കൊടുക്കണം. റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ലൈറ്റിംഗ് ഇല്ല, ടെക്സ്ചറിങ്ങും ഇല്ല. റൈറ്റ് സൈഡിൽ ടെക്സ്ചേർഡാണ്, അതിൻ്റെ കൂടെ തന്നെ ലൈറ്റിംഗ് കൂടെ കൊടുത്തു. ടെക്സ്ചറിങ് മാത്രമായാൽ എങ്ങനെ ഇരിക്കുന്നുള്ളത് തൊട്ട് മുമ്പത്തെ സ്ലൈഡിലൂടെ ഞാൻ കൊണ്ട് കാണിക്കാം. ഇത് കണ്ടോ, ടെക്സ്ചറിങ് മാത്രമായാൽ ഇവിടെ ഈ കുട്ടി കണ്ടില്ലേ, ആ കുട്ടിയുടെ ആ ഒരു ബോഡി കാണുന്ന പോലെ തന്നെ ഒരു ഫീൽ നമുക്ക് വരത്തില്ല ഏത് ടൈം ആണെന്നുള്ളത്. പക്ഷേ കളറിങ് എല്ലാം ഉണ്ട്. സ്കിൻ കളറുണ്ട്, ഷോർട്സിനൊരു കളറുണ്ട്, ഹെയറിനൊരു കളറുണ്ട്, ഒരു ബാൻഡ് കൊടുത്തിട്ടുണ്ട്, അതിനൊരു കളറുണ്ട്. പക്ഷേ നമുക്കൊരു ഏത് ടൈമിലാണ് ഈ കുട്ടി നിൽക്കുന്നത്, എവിടെ നിന്നാണ് ലൈറ്റ് ഇവിടെ വരുന്നത് ഒന്നും പറയാൻ പറ്റത്തില്ല. ഒരു ഫീൽ ഇല്ലാത്തൊരു ലൈറ്റിംഗ് ആണ്. സോ പക്ഷേ ഇവിടെ നോക്കി, ഇവിടെ കണ്ടോ നല്ല വാംത്ത് വരുന്നുണ്ട്, നമുക്കിത് പറയാൻ പറ്റുന്നുണ്ട്. ഇതൊരു മോർണിംഗ് ടൈമാണ്. ഒരു 9 o'clock 10 o'clock ഇടയ്ക്കുള്ള ടൈമാണെന്ന് ഏകദേശം നമുക്ക് ഊഹിക്കാൻ പറ്റും. അപ്പോൾ ലൈറ്റ് നല്ല ഇൻറ്റൻസ് ലൈറ്റാണ്, വാംത്ത് കിട്ടുന്നുണ്ട്. ലൈറ്റിൻ്റെ ആ കളർ കാണുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റും മോർണിംഗ് ടൈമാണെന്ന്. അപ്പോൾ ഇതെല്ലാം ഊഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ചെറിയൊരു ഫോഗി ഫീലും ഉണ്ട്. വിൻഡോയിൽ ലൈറ്റ് അടിക്കുന്ന സമയത്ത് ആ ഒരു ലൈറ്റ് വരുന്ന ആ ഒരു ഡയറക്ഷനിൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് കാരണം എന്തുകൊണ്ട് നമ്മൾ പറയുന്നത് വെച്ചാൽ നമുക്ക് സ്ഥിരം എല്ലാ ദിവസവും കാണുന്നതാണ്. പക്ഷേ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല ഡീറ്റെയിൽസ്. പക്ഷേ അവർക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഡീറ്റെയിൽസ് എന്താണ് എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിലും സാധാരണക്കാരനായി ആരോട് ചോദിച്ചാലും ഒരു ഫോട്ടോ കണ്ടാൽ ഇത് രാവിലെയാണ്, ഇത് വൈകിട്ടത്തെ ഒരു ഫോട്ടോ അല്ലേ എന്ന് ചോദിക്കും. ബിക്കോസ് അവൻ അല്ലെങ്കിൽ അവൾ സ്ഥിരം കാണുന്നൊരു കാഴ്ചയാണ്, അവൻ അറിയാതെ, അവൻ ബോധപൂർവം അല്ലാതെ കാണുന്നൊരു കാഴ്ചയാണ്. അവൻ്റെ മനസ്സിൽ, അവൻ്റെ ബ്രെയിനിൽ അത് ഫീഡ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽഡായിട്ട് അവന് അല്ലെങ്കിൽ എക്സ്പ്ലനേറ്ററി രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ അവന് അറിയില്ലായിരിക്കും. പക്ഷേ അവന് കണ്ടാൽ മനസ്സിലാവും അത് ലൈറ്റിംഗ് കറക്റ്റാണോ അല്ലേ എന്നുള്ള കാര്യം. എങ്ങനെ ചെയ്യണമെന്ന് അവനറിയില്ല. പക്ഷേ ഇത് നൈറ്റ് ലൈറ്റിംഗ് ആണോ, ഇത് ഡേ ലൈറ്റിംഗ് ആണോ, ഈവനിങ് ലൈറ്റ് ആണോ എന്ന് ഒരു ഫോട്ടോ കണ്ടാൽ കറക്റ്റായിട്ട് പറയാൻ ഒരാൾക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ കെയർഫുൾ ആയിരിക്കണം ചെയ്യുന്നവർ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ലൈറ്റിംഗ് ആൻഡ് റെൻഡറിങ് എന്ന് പറഞ്ഞാൽ ഈ ഔട്ട്പുട്ടിനെ നമ്മൾ ഇമേജ് ആയിട്ടോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ടോ എടുക്കുന്നെങ്കിൽ, വീഡിയോ ആക്കിയിട്ടുണ്ടെങ്കിൽ എടുക്കുന്നെങ്കിൽ ആ എടുക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് റെൻഡറിങ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, മാവ് കുഴച്ച് വെച്ചു ചപ്പാത്തിക്ക് വേണ്ടി. ഇതെല്ലാം കഴിഞ്ഞ് ചപ്പാത്തി ചുട്ടെടുക്കുമ്പം ഈ റെൻഡറിങ് എന്ന് പറയുന്നത് ചപ്പാത്തി ചുട്ടെടുക്കുന്ന പ്രോസസ്സാണ്. ചപ്പാത്തി ചുട്ട് കൈ കിട്ടിക്കഴിഞ്ഞാൽ ചപ്പാത്തി എന്ന് പറയുന്നത് റെൻഡേഡ് ഔട്ട്പുട്ടാണ്. പിടികിട്ടിയല്ലോ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് വേറൊരു ഇമേജാണ്. ലെഫ്റ്റ് സൈഡിൽ കാണുമ്പം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫീൽ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ലൈറ്റിംഗ് ആൻഡ് റെൻഡറിങ് അതിനൊരു ഇമേജാണ്. കണ്ടില്ലേ, ലെഫ്റ്റ് സൈഡിലത്തെ ഇമേജ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഗ്രേയിഷ് ഇമേജാണ്. അതിനകത്ത് ടെക്സ്ചേർഡ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും ഇല്ല. റൈറ്റ് സൈഡിൽ കണ്ടില്ലേ, കംപ്ലീറ്റ് ടെക്സ്ചേർഡ് ആയി. ട്രീയുടെ ഗ്രീനറി, ലീവ്സും ട്രീയുടെ ബാർക്കും, പിന്നെ ദൂരെ കാണുന്ന ഒരു റെഡ് കാർ, റൈറ്റ് സൈഡിൽ ദൂരെ കാണുന്ന റെഡ് കാറും ഒക്കെ ഇതായി. പിന്നെ അതുപോലെ തന്നെ ഒരു റെയിൻഡിയർ ആണോ ഒരു ഡിയർ ആണോ എന്നറിയില്ല, ഡിയറാണ്. ഇവിടെ ഒരു മാനിൻ്റെ ഒരു സ്കൾപ്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അത് രണ്ട് ഫോട്ടോയിലൊന്ന് മാച്ച് ചെയ്ത് നോക്കുക. ഇവിടെ കുറച്ചൊരു ബ്രോൺസ് ഫീലിലാണ് അപ്പോൾ വന്നേക്കുന്നത്. ഇവിടെ പക്ഷേ ഒന്നുമില്ല, കംപ്ലീറ്റ്ലി വൈറ്റ് ആണ്. റോഡും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റുന്നുണ്ട്, നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പം പിന്നെ ഇവിടുത്തെ ഒരു ഇലക്ട്രിക് പോസ്റ്റ്, അപ്പോൾ അതിലെല്ലാം ടെക്സ്ചർ ഇല്ല. ലെഫ്റ്റ് സൈഡിൽ ടെക്സ്ചർ ഉണ്ട്, റൈറ്റ് സൈഡിൽ. ഓക്കെ, ലൈറ്റിംഗ് ഉണ്ട് ഓൾറെഡി. ലൈറ്റിംഗ് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ കാണാം. ലൈറ്റിങ്ങിൽ ഇവിടെ ഒരു ബ്ലൂയിഷ് ടോണാണ് വന്നിരിക്കുന്നത് ഷാഡോ ഉള്ള ഏരിയയിൽ. അതുപോലെ ഇവിടെ വരുമ്പോൾ കണ്ട അത് ആ ഒരു ടെക്സ്ചർ വന്നതനുസരിച്ച്, ആ റോഡിൻ്റെ ടെക്സ്ചർ വന്നതനുസരിച്ച് അതിൻ്റെ ഇത് മാറിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വി എഫ് എക്സ് നമുക്കിത് കണ്ടാൽ അറിയാം, അവെഞ്ചേഴ്സിൻ്റെ മൂവിയാണ്. പിന്നെ അതിനകത്ത് താഴെ കാണുന്ന ഗ്രീൻ സ്ക്രീനാണ്. അവർ ഓടുന്നത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരു ട്രെഡ്മില്ലിലാണ് കിടന്ന് ഓടുന്നത്. ഓക്കെ, കിടന്നോടുമല്ല, നിന്നോടുന്നത്, സോറി. അപ്പം ഒരു ട്രെഡ്മില്ലിൽ നിന്ന് ഓടുകയാണ്.
അപ്പോൾ അതിൻ്റെ VFX വരുമ്പോഴത്തേക്ക് കണ്ടോ, ഈ ലൈനിൻ്റെ വൈറ്റ് ലൈനിൻ്റെ മേളിൽ കാണുന്നത് കണ്ടോ, VFX ചെയ്ത് കഴിഞ്ഞാൽ ദാ ഇതുപോലെയാണ്. ഏതോ ഒരു സ്ഥലത്ത് കിടന്ന് ഓടുന്നത്. സിനിമയിലൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരിക്കലും വിചാരിക്കത്തില്ല ഇങ്ങനൊരു ഫൺ പാർട്ട് ഇവിടെ ഉണ്ടെന്ന്. ഓക്കെ, കാണുമ്പോൾ ഫണ്ണിയായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ദാ ഇവിടെ തന്നെ ഇയാളെ കണ്ടോ, ഇയാളുടെ കൈ കണ്ടോ, ഒരു ഗ്രീൻ സ്ക്രീനിൽ കാണിച്ചേക്കുന്ന ഗ്രീൻ കവറേജ് ഇട്ടിട്ടുണ്ട്. കാരണം അതൊരു മെറ്റൽ ഹാൻഡാണ്. മെറ്റൽ ഹാൻഡ് അവിടെ VFXൽ കാണിക്കണമെങ്കിൽ അതിനെ ചെയ്യാൻ 3D ചെയ്തിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി ഗ്രീൻ സ്ക്രീൻ കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. കാരണം ഈ ഒരു പാർട്ട് അതിലോട്ട് മറ്റതിനെ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നെക്സ്റ്റ് ഇത് കണ്ടില്ലേ, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു മൂവിയുണ്ട്. ആനിമേഷൻ മൂവി ആയിരുന്നു. ആനിമേഷൻ നല്ലപോലെ യൂസ് ചെയ്തൊരു മൂവിയാണ്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഹോട്ടൽ ട്രാൻസിൽവാനിയാണോ അതോ അങ്ങനെ എന്തോ ഒരു മൂവിയാണ്, ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ആ മൂവിയിൽ ഇങ്ങനൊരു സീൻ, ഇതുപോലത്തെ കുറേ സീൻസാണ്. മാജിക്സിൻ്റെ ഒരു സീനാണ്, മജീഷ്യൻസിൻ്റെയും മാജിക്കിൻ്റെയൊക്കെ ഒരു സീനാണ്, ഒരു സ്റ്റോറിയാണ്. അപ്പോൾ അതിൽ ഇതുപോലെ ഒരു സീനുണ്ട്. ആ സീൻ ഇതുപോലെയാണ്. കാരണം ഗ്രീൻ സ്ക്രീൻ എന്താണെന്ന് ചോദിച്ചാൽ ഗ്രീൻ സ്ക്രീനിൽ വരുന്ന പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ അതാണ് ഇവിടെ, അതിനുവേണ്ടിയാണ് ഗ്രീൻ സ്ക്രീനിൻ്റെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഒരാൾ ഒരു പെട്ടി കിഴിച്ചിട്ട് അതിനകത്തൂടെ കയറി ഇറങ്ങി നിൽക്കുന്നത്. പക്ഷേ നമുക്കിവിടെ സീൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു തറയിൽ പെട്ടിക്കകത്തുനിന്ന് ഒരാൾ ഇറങ്ങി വരുന്ന രീതിയിലായിട്ടുള്ള സീൻ കാണിക്കാനാണ്. ആൻഡ് ദെൻ റൈറ്റ് സൈഡിൽ നമുക്കൊരു ഇമേജ് കാണാം. ഈ ഒരു മൂവി എല്ലാവർക്കും ഓർമ്മയുള്ളതായിരിക്കും. അതിൽ ഈ ഒരു കുരങ്ങിൻ്റെ മുഖത്തെ എക്സ്പ്രഷൻസ് കാണിക്കുന്നത് ഇതുപോലെയാണ്. എക്സ്പ്രഷൻസ് ക്യാപ്ചർ ചെയ്യുന്ന മെഷീൻസ് ഉണ്ട്. അതിന് മോഷൻ ക്യാപ്ചർ ഡിവൈസസ് എന്ന് പറയും. മോഷൻ ക്യാപ്ചർ ഡിവൈസസ് വെച്ചിട്ട് ഇയാളുടെ എവിടെയൊക്കെയുള്ള മോഷൻസ് ക്യാപ്ചർ ചെയ്യണം എന്നറിയാൻ വേണ്ടി ഫേസിൽ കുറേ പോയിൻറ്റ്സ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, മോഷൻ ക്യാപ്ചർ എന്ന് പറഞ്ഞാൽ ഇവിടെ മോഷൻ ക്യാപ്ചർ എന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം കൂടെ പറയാം, മോഷൻ ട്രാക്കിംഗ് എന്ന് പറയും. അപ്പോൾ ഇവിടുത്തെ മോഷൻസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി VFX സോഫ്റ്റ്വെയർസിൽ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. എന്നിട്ട് ഈ മോഷൻ ട്രാക്ക് ചെയ്യുന്നതനുസരിച്ച് ഈ ഫേസിൽ വരുന്ന അതേ മൂവ്മെൻറ്റ്സ് നമ്മൾ വേറൊരു ഫേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഫേസിൽ ഇതേ സിമിലർ ആയിട്ടുള്ള സ്പേസിൽ അത് ഓട്ടോമാറ്റിക്കലി അവിടെ ചേഞ്ചസ് വരും. ഇത് ഇവിടെ നിന്ന് കിട്ടുന്ന ഡേറ്റാസ് അങ്ങോട്ട് പ്ലേസ് ചെയ്താൽ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. പക്ഷേ അത് ഇപ്പം നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ ഏകദേശം ഒരു ഐഡിയ കിട്ടണം വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ സോഫ്റ്റ്വെയർസ് യൂസ്ഡ്. ഇത് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കല്ല, 3D ഫീൽഡിലുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ്, അനിമേഷൻ മൂവീസിന് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഇതൊക്കെയാണ്: 3ds Max, മായ, ബ്ലെൻഡർ, ZBrush, സബ്സ്റ്റൻസ് പെയിൻറ്റർ, മാരി, ന്യൂക്ക്, പ്രീമിയർ പ്രോ, ആഫ്റ്റർ എഫക്ട്സ്, ടൂൺ ബൂം, സൗണ്ട് ഫോർജ്. 3D Max, മായ, ബ്ലെൻഡർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർസ് ബേസിക്കലി 3D മോഡലിങ്ങിന് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ്. 3D അനിമേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ്. ടെക്സ്ചറിങ്ങിനും ലൈറ്റിങ്ങിനും എല്ലാം യൂസ് ചെയ്യാം. ZBrush എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആക്ച്വലി പറഞ്ഞാൽ അത് ഹാർഡ് കോർ സ്കൾപ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നല്ല കൊത്തുപണിയുള്ള ശില്പങ്ങൾ പണിയാനോ നല്ല കൊത്തുപണിയുള്ള ക്രീച്ചേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ഹെവി വർക്ക്സ് മോഡലിങ്ങിൽ ചെയ്യാനുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നത് ZBrushലാണ് ഏറ്റവും ബെസ്റ്റ്. അതിനുള്ള ഒരു ബെസ്റ്റ് സോഫ്റ്റ്വെയറാണ്. ആൻഡ് 3D Maxലും മായയിലും ബ്ലെൻഡറിലും എല്ലാം നമുക്ക് ടെക്സ്ചറിങ് ചെയ്യാമെങ്കിലും ടെക്സ്ചറിങ്ങിനെ ഒരു വേറെ നെക്സ്റ്റ് ലെവലിലോട്ട് എത്തിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് സബ്സ്റ്റൻസ് പെയിൻറ്റർ. ഓക്കെ, അതുപോലെ തന്നെ മാരി ഒരു ടെക്സ്ചറിങ്ങിന് വേണ്ടി ഒരു യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ്. ന്യൂക്ക് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറാണ് പ്രൊഫഷണലി VFXന് വേണ്ടി ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത്. പ്രീമിയർ പ്രോ, ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ട്. ബട്ട് പ്രീമിയർ പ്രോ വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ. പ്രൊഫഷണലി അങ്ങനെ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത് പ്രീമിയർ പ്രോ അല്ല. സ്റ്റുഡിയോസിൽ, അനിമേഷൻ സ്റ്റുഡിയോസിലൊക്കെ കൂടുതലും ന്യൂക്ക് എന്നൊരു സോഫ്റ്റ്വെയറാണ് യൂസ് ചെയ്യുന്നത്. പ്ലസ് അതിൻ്റെ കൂടെ ആഫ്റ്റർ എഫക്ട്സ് നമുക്ക് 2 തരത്തിലുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. ആഫ്റ്റർ എഫക്ട്സ് ഫോർ VFX പർപ്പസ്, VFX ഫീൽഡിലേക്ക് യൂസ് ചെയ്യാം. ആഫ്റ്റർ എഫക്ട്സ് ഫോർ മോഷൻ ഗ്രാഫിക്സിന് യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ ഇൻഫോഗ്രാഫിക്സ്, മോഷൻ ഗ്രാഫിക്സ് എന്ന് വെച്ചാൽ 2D ഷേപ്സും ലൈൻസും ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുള്ള അനിമേഷൻസിന് പറയുന്ന പേരാണ് മോഷൻ ഗ്രാഫിക്സ്. മോഷൻ ഗ്രാഫിക്സിന് വേണ്ടിയും ആഫ്റ്റർ എഫക്ട്സ് യൂസ് ചെയ്യാം, VFXന് വേണ്ടി ആഫ്റ്റർ എഫക്ട്സ് യൂസ് ചെയ്യാം. ഓക്കെ, പക്ഷേ ആഫ്റ്റർ എഫക്ട്സിൻ്റെയും ന്യൂക്കിൻ്റെയും 2 സോഫ്റ്റ്വെയറിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ലെയർ ബേസ്ഡ് ആണ്. ന്യൂക്ക് എന്ന് പറഞ്ഞാൽ നോഡ് ബേസ്ഡ് എന്നൊക്കെ പറയും. അപ്പോൾ നോഡ് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം ആലോചിച്ചു, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ഫ്ലോ ചാർട്ട് വരച്ചിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. ഫ്ലോ ചാർട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് പല ടൈപ്പിലുള്ള ഷേപ്സ് ഉണ്ടാവും. റെക്റ്റാങ്കിൾ ഉണ്ട്, റോംബസ് ഷേപ്പ് ഉണ്ട്, പാരലലോഗ്രാം ഷേപ്പ് ഉണ്ട്. അങ്ങനെ പല ഷേപ്പിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്ന ലൈൻസും ഒക്കെ നമ്മൾ വെക്കുമല്ലോ. ഈ ഫെൽസ് ഓർ അങ്ങോട്ട് എന്ന് പറഞ്ഞ ആരോ മാർക്കും എല്ലാം കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുപോലത്തെ രീതിയിലുള്ള കാര്യങ്ങൾക്ക് നോട്ട് ബേസ്ഡ് എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലാണ് ന്യൂക്കിൽ ഒരു ഇൻ്റർഫേസ് ഇരിക്കുന്നതും കുറച്ചുകൂടി ഫാസ്റ്റാണത്.
ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുമ്പോൾ ലെയർ ബേസ്ഡ് ആണ്. ലെയർ ഇങ്ങനെ റോൾ ചെയ്ത് അടിയിൽ നിന്ന് വലിച്ചെടുക്കേണ്ടി വരും. നമ്മൾ സ്ക്രോൾ ചെയ്ത് അപ്പം നോർമലി സ്പേസ് കാണത്തില്ല സ്ക്രീനിന്. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പലയിടത്തും ടി വിയിലൊക്കെ കാണുമ്പോഴും സിനിമയിൽ കാണുമ്പോഴും എല്ലാം ഈ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ സ്ഥലത്ത് 1, 2, 3 മോണിറ്റേഴ്സ് കാണുന്നതിൻ്റെ കാരണം ലേയേഴ്സിന് വേണ്ടി ഉള്ള വിൻഡോ ഒരു മോണിറ്ററോട് ഡ്രാഗ് ചെയ്തിടും. എഡിറ്റ് ചെയ്ത സ്ക്രീൻ വീഡിയോസ് കാണാൻ വേണ്ടി ഒരു സ്ക്രീൻ ഉണ്ടാവും. പിന്നെ വേറൊരു വിൻഡോ വേറെ പല വിൻഡോസ് പ്ലേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അങ്ങനെ നല്ല സ്പേസ് വേണ്ടി വരും. അതിന് വേണ്ടിയാണ് അങ്ങനെ 2 മോണിറ്ററിൽ കൂടുതലുള്ള മോണിറ്റേഴ്സൊക്കെ വീഡിയോ എഡിറ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത്. ഒരു ജാടയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതല്ല. ആക്ച്വലി 3D ആർട്ടിസ്റ്റുകൾക്കും 2 മോണിറ്റർ ഉള്ളതായിരിക്കും നല്ലത്. 3D വിഷ്വലൈസേഴ്സ് ആയിട്ടുള്ള ആർക്കിടെക്ചറൽ 3D വിഷ്വലൈസിങ് ചെയ്യുന്ന ആളുകൾക്കും 2 മോണിറ്റർ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ലൈക്ക് അവർക്കൊരു AutoCAD ഫയൽ ഓപ്പൺ ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ വെച്ച് മോണിറ്റർ വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലത്തെ മുകളിൽ 3D നോക്കി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും അത് യൂസ് ചെയ്യാം. ടൂൺ ബൂം എന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അത് 2D സോഫ്റ്റ്വെയർ ആണ്. 3D പർപ്പസുകൾക്കും ചെറുതായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം പല മൾട്ടി ആയിട്ടുള്ള 2-in-1 അല്ലെങ്കിൽ മൾട്ടി പർപ്പസുകൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് പറയാം. ദെൻ സൗണ്ട് ഫോർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോയ്ക്കെല്ലാം ഓഡിയോ ഔട്ട്പുട്ട് വേണ്ടി വരും. സോ ഓഡിയോ ഡിസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയർ ആണ് സൗണ്ട് ഫോർജ്. വേറെയും സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഒത്തിരി സോഫ്റ്റ്വെയർസ് ഉണ്ട്. ലൈക്ക് ഇവിടെ പറയാത്ത സോഫ്റ്റ്വെയർസ് പറഞ്ഞാൽ ഒന്ന് അഡോബിൻ്റെ ഓഡിഷൻ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്. പിന്നെ നമുക്ക് ആസിഡ് പ്രോ എന്നൊരു സോഫ്റ്റ്വെയർ എന്തോ ഫ്രീ സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു, ഞാൻ പേര് മറന്നു. ഓക്കെ, ഇത് കുറച്ച് സോഫ്റ്റ്വെയർസിൻ്റെ പേര് മാത്രമേ പറഞ്ഞത്. ഇൻഡസ്ട്രിയിൽ പല രീതിയിലുള്ള അനേകം സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഓക്കെ, അപ്പം തൽക്കാലം ഇതിനെക്കുറിച്ച് ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ കുറച്ച് പേര് ഇവിടെ ചേർത്തുന്നേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ ഇൻഡസ്ട്രി ആപ്ലിക്കേഷൻ. നമ്മൾ ഈ ചെയ്ത ഇത്രയും സോഫ്റ്റ്വെയർസ് നേരത്തെ കണ്ടു, ആ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടു. അതെല്ലാം അങ്ങനത്തെ ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിലുള്ള ആപ്ലിക്കേഷൻസ് എങ്ങനെയൊക്കെയാണ്? ഇവിടെ കാണുന്ന പോലെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പോലെ എക്സിബിഷൻ കിയോസ്ക് ചെയ്യാൻ പറ്റും. കാരണം ചില വലിയ മോൾസിലൊക്കെ നമ്മൾ നമുക്ക് മിഡിൽ ഈസ്റ്റിലൊക്കെ മിക്കവാറും കാണുന്ന ഒരു സംഭവമാണ് എക്സിബിഷൻ സ്റ്റോൾസ് കാണാം എന്തെങ്കിലുമൊക്കെ ഇവൻറ്റ്സ് നടക്കുന്ന സമയത്ത്. അപ്പോൾ അതുപോലെ ഒരു എക്സിബിഷൻ സ്റ്റോൾ എൻ്റെ ഒരു വർക്കാണിത്. 3D മോഡലാണിത്. അപ്പോൾ അത്രയും ഒരു പ്ലോട്ടിൽ എങ്ങനെ ഡിസൈൻ ചെയ്യാവുന്ന രീതിയിലാണ്. നെക്സ്റ്റ് റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ഇൻറ്റീരിയർ ഹൗസിൻ്റെ ഒരു റെസിഡൻഷ്യൽ ഒരു പ്ലാനിൻ്റെ ഒരു 3D മോഡലാണ് ആർക്കിടെക്ചറൽ ഫീൽഡ്. ഇപ്പോൾ ഇത് പറയുന്ന ആർക്കിടെക്ചറൽ ഫീൽഡിൻ്റെ കാര്യം മാത്രമാണ് കേട്ടോ. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഇമേജും എക്സിബിഷൻ കിയോസ്കും എക്സ്റ്റീരിയറും എല്ലാം. അപ്പോൾ എക്സ്റ്റീരിയർ 3D മോഡലിംഗ് ചെയ്യാം, ഇൻറ്റീരിയർ 3D മോഡലിംഗ് ചെയ്യും. ഇതിലെല്ലാം 3D മോഡലിംഗ് മാത്രമല്ല ചെയ്തത്, നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ടെക്സ്ചറിങ് ലൈറ്റിംഗ് ഇതെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സിബിഷൻ കിയോസ്കിലും അതുപോലെ തന്നെ ലൈറ്റിങ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, റിഫ്ലക്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ആർക്കിടെക്ചറൽ ഫീൽഡിലുള്ള ഇൻഡസ്ട്രി ആപ്ലിക്കേഷൻ. നെക്സ്റ്റ് പറഞ്ഞാൽ മീഡിയ ആൻഡ് ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട്. നേരത്തെ പറഞ്ഞ ക്യാരക്ടർ ഡിസൈൻ, ഇതുപോലെ ക്യാരക്ടർ ഡിസൈൻ ചെയ്ത് വെക്കുന്നു. ക്രീച്ചർ ഡിസൈൻ ഉണ്ട്, VFXന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, അഡ്വർടൈസ്മെൻറ്റ്സിന് വേണ്ടിയുണ്ട്. നമുക്ക് റൈറ്റ് സൈഡിൽ കാണാം. അപ്പം റിയൽ ആയിട്ടുള്ള വീഡിയോയോട് ഫ്യൂസ് ചെയ്യുന്ന രീതിയിൽ 3D ക്യാരക്ടേഴ്സിനെ നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഇത് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു മൂവിയാണ് ജുറാസിക് പാർക്ക്. റിയൽ ആളുകളെ വെച്ചിട്ട് പക്ഷേ റിയൽ അല്ലാത്ത ഭൂമിയിലില്ലാത്ത കുറച്ച് ക്രീച്ചേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടാണല്ലോ ജുറാസിക് പാർക്ക് എന്നുള്ള മൂവി ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞുള്ള മിക്സിങ്ങിനൊക്കെ ചെയ്യാൻ പറ്റും. ഹാരി പോട്ടർ അങ്ങനൊരു മൂവിയാണ്. അപ്പോൾ അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കണ്ടോ, മീഡിയ ഫിലിം ഇൻഡസ്ട്രി യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഗെയിം ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യാം. ഗെയിം ഇൻഡസ്ട്രിയിൽ കണ്ടോ, ഞാൻ 2 ടൈപ്പ് ഗെയിംസിൻ്റെ ഒരു ഇമേജസാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പല ടൈപ്പിലും ഉള്ള ഗെയിംസിന് വേണ്ടി യൂസ് ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഗെയിം ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യാം ഈ സോഫ്റ്റ്വെയർസൊക്കെ. അപ്പോൾ അതെല്ലാം യൂസ് ചെയ്യാം. ഇൻ ദ സെൻസ് ഇൻഡസ്ട്രി ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പോലെ തന്നെ ഇൻഡസ്ട്രി ഈ കാണിച്ച ഇൻഡസ്ട്രീസിലെല്ലാം നമുക്ക് വേക്കൻസീസ് ഉണ്ടെന്ന് ഓർക്കുക. ദെൻ ഇൻഡസ്ട്രി ആപ്ലിക്കേഷൻ എന്താ വെച്ചാൽ എഞ്ചിനീയറിംഗ് ഫീൽഡ് വരുന്നുണ്ട്. ലൈക്ക് ഇപ്പം ഫസ്റ്റ് കാണുന്ന 2 കാറുകളും കോൺസെപ്റ്റ് കാർ ഡിസൈൻസ് ആണ്. കോൺസെപ്റ്റ് കാർ ഡിസൈൻസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. റിയൽ ആയിട്ടൊരു വണ്ടി ഡിസൈൻ ചെയ്യാം. റൈറ്റ് സൈഡിൽ നമുക്ക് ഹമ്മറിൻ്റെ ഒരു മിലിറ്ററി വെഹിക്കിൾ കാണാൻ പറ്റും. അപ്പോൾ അതിൽ എഞ്ചിനീയറിംഗിൻ്റെ ഫീൽഡ് വരുന്ന കാര്യങ്ങളാണ്. പ്രൊഡക്റ്റ് ഡിസൈൻ കോൺസെപ്റ്റ് എന്ന രീതിയിൽ പറയാൻ പറ്റും. അത് റൈറ്റ് സൈഡിൽ നമുക്ക് ഒരു മെഷീനിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ പോലെ കാണുന്നുണ്ട്. കോൺസെപ്റ്റ് കാർ ഡിസൈൻ്റെ കാര്യം എടുത്ത് പറയുമ്പോഴും ആദ്യം അത് പേപ്പറിൽ ഡിസൈൻ ചെയ്യുന്നു കോൺസെപ്റ്റ് കാറിൻ്റെ ഡിസൈന്. അത് കഴിഞ്ഞിട്ട് പിന്നെ 3D മോഡലിംഗ് ആർട്ടിസ്റ്റിനോട് അത് കൊടുത്തു കഴിഞ്ഞാൽ 3D മോഡലിംഗ് ആർട്ടിസ്റ്റ് ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ആക്കി 3D മോഡലിംഗ് കംപ്ലീറ്റ് ആക്കിയിട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ അതിൻ്റെ A to Z പാർട്സും അതിലുണ്ടാവണം എന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നെക്സ്റ്റ് ഇൻഡസ്ട്രി ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ 3D പ്രിൻറ്റിങ്ങിലാണ്. അധികം എല്ലാവർക്കും അറിയാത്തൊരു കാര്യമായിരിക്കാം 3D പ്രിൻറ്റിങ്. കുറച്ചുകൂടെ എമർജിങ് ആയിട്ട് വരുന്നുണ്ട് ഇപ്പോൾ. ബട്ട് സ്റ്റിൽ എല്ലാവരിലും അത് എത്തിയിട്ടില്ല.
അപ്പോൾ ഇതാണ് 3D പ്രിൻറ്റിങ്ങിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ഇവിടെ എല്ലാ ഇമേജസിലും കാണാൻ പറ്റും. ഒരു ഷൂസിൻ്റെ ഒരു ഇമേജ്, പിന്നെ ഒരു ബോട്ടിലിൻ്റെ ഒരു സംഭവം 3Dയിൽ എന്തെങ്ങനെ ചോദിച്ചാൽ കമ്പ്യൂട്ടറിൽ 3Dയിൽ ഈ സംഭവം ഈ ഓരോ കാര്യങ്ങളും ബോട്ടിലാണെങ്കിലും ഷൂസ് ആണെങ്കിലും എല്ലാം ഡിസൈൻ ചെയ്തെടുത്തിട്ട് 3D പ്രിൻ്റർ വഴി അതിനെ പ്രിൻ്റ് ചെയ്തെടുക്കുന്നു. 3D പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മെറ്റീരിയൽസ് നോർമലി പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി പ്രിൻ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരുന്നത്? പ്രിൻ്റർ എന്ന് പറയുമ്പം കുറച്ച് ഇങ്ക്സ് ഒക്കെ കാറ്ററിഡ്ജസ് ഒക്കെ ഇങ്കിൻ്റെ കാറ്ററിഡ്ജസ് ഒക്കെ ഫില്ല് ചെയ്ത പേപ്പർ പ്ലേസ് ചെയ്യുന്ന പേപ്പറിൽ പ്രിൻ്റായി വരുന്ന ഒരു പ്രിൻ്റർ എന്ന രീതിയിലാണല്ലോ നിങ്ങളുടെ മനസ്സിലുള്ളത്. പക്ഷേ നമുക്കിപ്പോൾ എല്ലാവർക്കും മിക്കവർക്കും കണ്ടിട്ടുള്ളതാണ്, അറിയാം. യൂട്യൂബിലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ 3D പ്രിൻറ്റിംഗ് എന്ന് പറയുമ്പം നമ്മൾ 3Dയിൽ ചെയ്ത കമ്പ്യൂട്ടറിൽ 3D സോഫ്റ്റ്വെയറിൽ ചെയ്ത ഒരു 3D മോഡലിനെ നമുക്ക് റിയൽ ലൈഫിലോട്ട് പ്രിൻ്റ് ചെയ്തെടുക്കണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിനുവേണ്ടി മെറ്റീരിയൽസ് പലതുണ്ട്. നമുക്ക് അതിനുവേണ്ടി മെറ്റീരിയൽ പ്ലാസ്റ്റിക് ഉണ്ട്, ഫൈബർ ഉണ്ട്, പിന്നെ മെറ്റലുണ്ട്. അപ്പോൾ അങ്ങനെ പല ഇതിൻ്റെ പൗഡർ കിട്ടും, അല്ലെങ്കിൽ ചിലതിൻ്റെയൊക്കെ കേബിളാണ് കിട്ടുന്നത്, മീൻസ് വയർ കിട്ടും. അപ്പോൾ ആ ഒരു വയർ ഇങ്ങനെ വൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾക്ക് എങ്ങനെ വൈൻഡ് ചെയ്ത് കൊടുക്കേണ്ട ആ മെഷീനിൽ, ആ ഒരു 3D പ്രിൻറ്റിംഗ് മെഷീനിൽ നിന്ന് കൊടുക്കേണ്ടതനുസരിച്ച് കൊടുക്കുക. അത് മെൽറ്റ് ചെയ്തിട്ട് ഇതുമായിട്ട് മെർജായി നമുക്ക് ഉദ്ദേശിക്കുന്ന ഷേപ്സ് ആക്കി കിട്ടും. ഇവിടെ എക്സാമ്പിൾസ് കാണാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. ആൻഡ് ദാറ്റ് ഈസ് കരിയർ ഓപ്പർച്യൂണിറ്റീസ്. കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, മോഡലിംഗ് ആർട്ടിസ്റ്റായിട്ട് ഫീൽഡിലോട്ട് പോകാം. ലൈറ്റിംഗ് എല്ലാം നല്ല കമ്പനികളിലാണെങ്കിൽ നമുക്ക് എല്ലാം കൂടെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മോഡലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കാണും, അതിൽ മോഡലിംഗ് ആർട്ടിസ്റ്റ്, ലൈറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ലൈറ്റിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം, ജോയിൻ ചെയ്യാം. റെൻഡറിംഗ് ആർട്ടിസ്റ്റായിട്ട് ജോയിൻ ചെയ്യാം, ക്യാരക്ടർ അനിമേറ്ററായിട്ട് ജോയിൻ ചെയ്യാം, ലേഔട്ട് ആർട്ടിസ്റ്റ്, ഡിജിറ്റൽ സ്കൾപ്റ്റർ എന്ന് വെച്ചാൽ ക്രീച്ചേഴ്സിനെയൊക്കെ പ്രത്യേകം ഉണ്ടാക്കാനൊരു സ്കൾപ്റ്റർ ഉണ്ടാവണം. റിഗിങ് ആർട്ടിസ്റ്റ്, പിന്നെ എഫക്ട്സ് ആർട്ടിസ്റ്റ്, റോട്ടോ ആർട്ടിസ്റ്റ്, മാച്ച് മൂവർ, വീഡിയോ എഡിറ്റർ, മോഷൻ ഗ്രാഫിക്സ് ആർട്ടിസ്റ്റ്, കോമ്പോസിറ്റർ, ഓൺട്രപ്രണർ ഇൻ അനിമേഷൻ എന്ന് വെച്ചാൽ ഒരു അനിമേഷൻ കമ്പനിയൊക്കെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം കുറേ കഴിയുമ്പോഴത്തേക്ക്, താല്പര്യമുള്ളവർക്ക് അങ്ങനെ. അപ്പോൾ ഇത്രയും ഫീൽഡ്സിൽ നമുക്ക് ഇത്രയും രീതിയിലുള്ള വേക്കൻസീസും ഇത്രയും ഫീൽഡിലോട്ട് നമുക്ക് ഇത്രയും ഡെസിഗ്നേഷൻസിലോട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്ര വാസ്റ്റായിട്ട് കിടക്കുന്നൊരു ഫീൽഡാണ്. ആൻഡ് ഇനിയും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്കോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇതാണ്: വാല്യൂ ദ സ്കിൽസ് യു ഹാവ്. അപ്പം നിങ്ങളിലുള്ള പലർക്കും, ഇത് കാണുന്ന പലർക്കും ഇത് കുറച്ചെങ്കിലും കഴിവുള്ളവരായിരിക്കാം, വരയ്ക്കാൻ അറിയാവുന്നവർ കാണും, വരയോട് താല്പര്യമുള്ളവർ കാണും. അപ്പം ഇതിനകത്ത് ഈ ഫീൽഡിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പം പലരും ചോദിക്കുന്ന ചോദ്യമാണ്, എനിക്ക് വരയ്ക്കാൻ അറിയില്ല, അപ്പോൾ എനിക്ക് ഫീൽഡ് പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം. വര അറിയാത്തവർക്കും വര അറിയാവുന്നവർക്കും എല്ലാം ഈസി ആകുന്ന രീതിയിലുള്ള സോഫ്റ്റ്വെയർസാണ് നമുക്കുള്ളത്, ആപ്ലിക്കേഷൻസ് ആണുള്ളത്. സോ വരയല്ല ഇവിടെ വേണ്ടത്, വരയേക്കാളും കൂടുതൽ നമ്മുടെ ഒരു വിഷ്വലൈസേഷൻ സ്കിൽസാണ് വേണ്ടത്. പിന്നെ ഒരു പാഷനാണ് വേണ്ടത്, ഈ ഫീൽഡിനോടുള്ള ഒരു പാഷൻ. ഈ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് ഫീൽഡിനോടൊരു പാഷൻ മാത്രം മതി. ബാക്കിയുള്ള കാര്യങ്ങളും വരയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അത് നമ്മുടെ കൂടെ പോന്നോളും, അത്രേ ഉള്ളൂ. ഓക്കെ, ടൈം ഫോർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കമൻസിലിടുക. ഡൗട്ട്സ് എനിക്കറിയാവുന്നതുപോലെ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ടോപ്പിക്കുമായി വരുന്നത് വരെ ഗുഡ് ബൈ.